തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പ്രേക്ഷകർ. പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പനേരം മുൻപാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയത്. 1 മണിക്കൂറോളം പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ ചെലവിടും. മീനൂട്ട് എന്ന പ്രധാനപ്പെട്ട വഴിപാടാണ് പ്രധാനമന്ത്രി അവിടെ നടത്തുക. അവിടെ പ്രധാനമായും 2 വഴിപാടുകളാണുള്ളത്. മീനൂട്ട് വഴിപാടും വെടിവഴിപാടും. സുരക്ഷാ കാരണങ്ങളാൽ വെടിവഴിപാട് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഏതാണ്ട് 1 മണിക്കൂറോളം ഈ ക്ഷേത്രത്തിൽ ചെലവിടും. ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ മീനൂട്ട് എന്ന പ്രധാന വഴിപാടും നടത്തിയതിനു ശേഷം വേദാർച്ചനയുണ്ട്. അതിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. 21 വിദ്യാർത്ഥികളാണ് വേദാർച്ചന ചൊല്ലുക. ആ പരിപാടിയിലും പങ്കെടുത്ത് ശേഷമാകും പ്രധാനമന്ത്രി മടങ്ങുക. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകാനുണ്ട് അവിടെ നിന്ന് തത്സമയം. നിഖിൽ, എന്താണ് നൽകാൻ ഇപ്പോൾ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണോ ഒരു 8 മണിക്കൊക്കെ വന്ന ആളുകൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഇപ്പോഴും അങ്ങനെ അക്ഷമരായി നിലനിൽക്കുകയാണ്. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യും എന്ന അതിനു വേണ്ടിയിട്ട് ആ ഒരു പ്രതീക്ഷയിൽ ഇവിടെ കാത്തിരിക്കുന്ന ആളുകളാണ്. നമുക്ക് കാണാൻ കഴിയും വളരെ ശാന്തരായി ഈ റോഡിൻ്റെ ഇരുവശവും പോലീസ് സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾക്ക് ഇരുവശവും ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകളെയാണ് കാണാൻ കഴിയുന്നത്. 11:10 വരെയാണ് പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിൽ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യം 10:05 അദ്ദേഹം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത്. വഴിപാടുകളും പൂജയും ഒക്കെ പൂർത്തിയാക്കി ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം മീനൂട്ട് നിർവഹിക്കാൻ വേണ്ടി എത്തുക. മീനൂട്ട് നടത്തിയ ശേഷം അദ്ദേഹം നേരെ ഇവിടെ നിന്ന് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ള വലപ്പാട് ഹെലിപ്പാഡിലേക്ക് തന്നെ പോകും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് തുടക്കം മുതൽ, അതായത് രാവിലെ ഒരു 8 മണിയോട് മുതലൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ അക്ഷരനായി തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ്. അവരൊന്നും തന്നെ മടങ്ങിപ്പോയിട്ടില്ല. പോലീസിന്റെ മറ്റും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇരുഭാഗങ്ങളിലും ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയപ്പോഴൊക്കെ, നഗരത്തിലെത്തിയപ്പോഴൊക്കെ തന്നെ എത്തിച്ചേരാൻ വേണ്ടി മഹിളാ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാൻ കഴിയാതിരുന്ന ആളുകൾ ഒരല്പം കൂടി അടുത്തൊരു പക്ഷേ അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും അത് കടന്നു പോകുമ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു കാഴ്ച മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം വളരെ വേഗത്തിൽ കടന്നു പോകുമ്പോൾ ഒന്ന് കണ്ടുപോകാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. എന്തായാലും ഇപ്പോൾ കൂടിയിട്ടുള്ള ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ തങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ ഒരു നോക്ക് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ എല്ലാവരും വെച്ചു പുലർത്തുന്നുണ്ട്. ഈ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം. നമുക്കറിയാം, ഭക്തർ സംസ്ഥാനത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ എത്തിച്ചേരുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ട്. ആ മീനൂട്ട് ഇത്തവണ പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യമൊക്കെ അറിയിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രി ഈ ജനുവരിയിലായിരുന്നു അദ്ദേഹത്തിന് കത്തെഴുതിയിരുന്നത്. അദ്ദേഹത്തോട് തൃശ്ശൂരിൽ എത്തിച്ചേരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ അദ്ദേഹം ഒന്ന് സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹം ക്ഷേത്രം തന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇത് പരിഗണിക്കുകയും BJP നേതാക്കളുമൊക്കെയായി സംസാരിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് ഈ ക്ഷേത്ര ദർശനം ഈ വ്രതകാലത്ത് തന്നെ പദ്ധതിയിടുകയും ചെയ്തത്. എന്തായാലും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകൾ ഇരുഭാഗങ്ങളിലും ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഇതിലെ കടന്നു പോയപ്പോൾ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ് ആളുകൾ തങ്ങളുടെ സ്നേഹം അദ്ദേഹത്തോട് അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ ക്ഷേത്രത്തിന് അകത്താണ് ഉള്ളത്. അല്പസമയത്തിനകം നമുക്ക് ക്ഷേത്രത്തിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം ഈ വഴിപാടുകൾ പൂർത്തിയാക്കിയ ശേഷം മീനൂട്ട് നടത്താൻ വേണ്ടി പോകും. നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വഴിപാടുകളാണ് പ്രധാനമായും ഈ ക്ഷേത്രത്തിലുള്ളത്. അതിലൊന്നാണ് മീനൂട്ട്, മറ്റൊന്ന് വെടി വഴിപാടാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ 6 മണി മുതൽ വെടി വഴിപാട് ക്ഷേത്രത്തിൽ നടത്തേണ്ടതില്ല എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്ഷേത്രം ഭാരവാഹികളെ മറ്റും അറിയിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വെടി വഴിപാട് ഇന്ന് നടത്തുന്നില്ല, മീനൂട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക. അത് ഈ വഴിപാട് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മീനൂട്ട് നടത്താൻ വേണ്ടി അദ്ദേഹം പോകും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആ കടവിൽ ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ള പുഴയുടെ കടവിലും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. വലിയ പോലീസിൻ്റെ സാന്നിധ്യം തന്നെയാണ് എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ദേശീയപാതയിൽ നിന്ന് ഈ ക്ഷേത്ര ഭാഗത്തേക്ക് കടക്കുന്ന വഴി ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി തന്നെ അടച്ചിരുന്നു. ഇതിലൂടെ വാഹനങ്ങളൊന്നും തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ കടത്തിവിടുന്നില്ല. എന്തായാലും പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും. പല മേഖലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ, നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ തൃശ്ശൂരിൻ്റെ തന്നെ പല മേഖലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഇവിടെ അക്ഷമരായി ഇങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 11:10 അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വേണു.
നിഖിൽ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, നിരവധി പേർ രാവിലെ മുതൽ പ്രധാനമന്ത്രിയെ കാണാൻ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പോയപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു കാണാനും കഴിഞ്ഞില്ല എന്ന്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇവരെ കാണാൻ സാധ്യതയുണ്ടോ? എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് വേണു. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ചേട്ടനൊക്കെ രാവിലെ വന്നായിരുന്നു അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. കാരണം തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. മോദിജി വന്നോട് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു കഴിഞ്ഞു. ഇവിടെ രാവിലെ മുതൽ ഇവിടെയുള്ള സകല ജനങ്ങളും മോദിജിയെ കാണാനായിട്ട് കാത്തു നിൽക്കുകയാണ്. രാവിലെ ഒരു 6:30 മണി മുതൽ ഇവിടെ ആൾക്കാരിങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിലും കൂടി നിൽക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് തന്നെ വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ഈ ക്ഷേത്രം തന്ത്രി ഇവിടേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം വരികയും ചെയ്തിട്ടുള്ളത്. അങ്ങ് ഇവിടെയുള്ള ആൾ തന്നെയാണോ? ഞാൻ ഇവിടെയുള്ള ആളല്ല. അദ്ദേഹത്തിന് കാണാൻ വേണ്ടി വന്നത്? അതിന് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും വന്നതാണ്. കാരണം മോദിയെ ഒരു നേരം കണ്ടെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് വീണ്ടും കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നേരത്തെ തൃശ്ശൂർ വന്ന സമയത്തൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു? തൃശ്ശൂർ കാണാൻ പോയി, പക്ഷെ കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല. ഇന്നലെ എറണാകുളത്ത് അടുത്ത് കണ്ട്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട്, ഞാനും ബാലൻചേട്ടനും. അപ്പൊ മോദിജിയുടെ കൂടെ അദ്ദേഹം ഉണ്ട് കേട്ടോ, കൊച്ചിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം തൃപ്രയാർ വന്നിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പം പല മേഖലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് അധികം ആളുകൾ നമുക്ക് കാണാനൊക്കെ കഴിയുന്നത്. ചേട്ടൻ ഇവിടെ ഉള്ളതാണോ? അതെ. ഇതിനടുത്താണ് വീട്? ഞാൻ മലപ്പാട്ടുള്ളതാണ്. ഇപ്പം ഈ ക്ഷേത്രത്തിനകത്തെ സാധാരണഗതിയിൽ ഈ സമയത്തൊക്കെ എന്ത് ചടങ്ങുകളാണ് നടക്കുന്നത്? അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവ്. മിനിയൂട്ട് എപ്പോഴും നടക്കുന്നതാണോ? മീനോട്ട് ഡെയിലി പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അത്ര അതിനു വേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ട് ഒരുപാട്. ചേട്ടൻ ഇവിടെ ഉള്ള ആളാണോ? ഇവിടെ അടുത്തുള്ള ആളാണ്. ഇവിടെ സാധാരണ വരാറുണ്ട്. ഇപ്പൊ മോദി കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ മോദിനെ തൃശ്ശൂർ പോയി കണ്ടിരുന്നു. അന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റി. ഇപ്പോൾ കാണാൻ കാറിലായിരുന്നു. അന്ന് ഓപ്പൺ ജീപ്പിലായിരുന്നു. അന്ന് കാണാൻ പറ്റി. നിങ്ങളുടെ നാട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണല്ലോ അല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ കാണാൻ വന്നു. തീർച്ചയായിട്ടും തൃപ്പയാർ നമ്മൾ സാധാരണ വരാറുള്ള അമ്പലമാണ്. ക്ഷേത്രത്തെ കുറിച്ചൊന്ന് പറയൂ. ഒരുപാട് പാരമ്പര്യമായിട്ടുള്ള ശ്രീരാമ ക്ഷേത്രമാണല്ലോ കേരളത്തിലെ. അപ്പോൾ ഇവിടെ പ്രധാന വഴിപാട് മീനൂട്ടാണ്. പിന്നെ വെടി വഴിപാട്. ഞങ്ങൾ സാധാരണ ഇവിടെ മിക്കവാറും വന്ന് പോകാറുണ്ട്. മീനൂട്ട് അദ്ദേഹം നടത്തുന്നുണ്ട്, അത് നമുക്കൊരു സന്തോഷമാണ്. മീനൂട്ട് നടത്തുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർക്ക് വളരെ സന്തോഷം. ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ വേണു. നമ്മൾ കാണുമ്പോൾ രാവിലെ 8 മണിക്കൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. അവരിങ്ങനെ വളരെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. SPG നേരത്തെ തന്നെ ഇവിടെയൊക്കെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡുകൾക്ക് അപ്പുറത്തേക്ക് കടക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ ക്ഷമയോട് കൂടി പാലിച്ച് പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആളുകൾ. പക്ഷേ 11:10 അദ്ദേഹം ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി കൃത്യസമയത്ത് ക്ഷേത്രത്തിനകത്തേക്ക് അദ്ദേഹം എത്തിയിരുന്നു. 10:05 അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം ഇതിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ പൂർത്തിയാക്കി 11:10 അദ്ദേഹം തിരികെ ക്ഷേത്രത്തിൽ നിന്ന് വലപ്പാട് ഹെലിപ്പാഡിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ളിൽ നിരവധി പൂജകൾ അവിടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ചില വഴിപാടുകൾ നടത്താനുണ്ടായിരുന്നു. അതെല്ലാം പൂർത്തിയാക്കി ഏറ്റവും ഒടുവിൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടായ മീനൂട്ടും കൂടി നടത്തിയ ശേഷമായിരിക്കും അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുക. വേണു. നിഖിൽ പ്രമേഷാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രം സന്ദർശിക്കുന്നു.